സാറ് പറഞ്ഞ പോലെ തന്നെ ബ്രില്യൻറ്റിൽ 10-23 വർഷം വർക്ക് ചെയ്തു. അവിടെ വെച്ച് എൻ്റെ മകന് നല്ലൊരു പെർസെൻറ്റേജ് കിട്ടി, നല്ലൊരു കോളേജ് അഡ്മിഷൻ കിട്ടി. എനിക്ക് തീർച്ചയായിട്ടും ബ്രില്യൻറ്റിനോട് ഭയങ്കര താങ്ക്സ് ആണ്. ഞാൻ എൻട്രൻസ് ഫീൽഡിലേക്ക് വരുമ്പം എനിക്ക് IIIT കോളേജ് ഇതിനെ പറ്റിയോ യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു. മനസ്സിലാക്കി ഇങ്ങനെ ബ്രില്യൻറ്റ് അവരുടെ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ വീഡിയോയിൽ കൂടെ എനിക്ക് മനസ്സിലാക്കി IIIT എന്ന് പറഞ്ഞൊരു നല്ലൊരു കോളേജ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട NIT-കളെക്കാളും കൂടുതൽ ആദ്യം ഓപ്ഷൻ വെക്കുന്നത് IIIT ആണ്. CS-നും EC-ക്കും ആദ്യം ഓപ്ഷൻ കൊടുക്കുന്നത് IIIT ആണ് ഓപ്ഷൻ കൊടുക്കുന്നത്. ഒരു ആവറേജ് ഫാമിലി, ഇപ്പം നിങ്ങളെപ്പോലെ ഒരു ആവറേജ് ഫാമിലിക്ക് ഈ ഫീസ് ഒരു ഭാരമാണോ? എന്താണ് IIIT-ലെ ഫീസ് സ്ട്രക്ചർ? ജോസ സീറ്റ് അലോക്കേഷൻ വഴി ഒരു IIIT-ലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ബാങ്കിൽ നിന്നും മുഴുവൻ തുകയും ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും അടക്കം നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ ലഭ്യമാകും. ഹിന്ദി ഇംഗ്ലീഷും അല്ലാതെ ഫോറിൻ ലാംഗ്വേജ് ബാങ്കുകാർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ക്യാമ്പസിൽ ഇരുന്നിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആക്കി തരികയാണ്. അപ്പം അവർക്ക് ഷുവറാണ് നാഷണൽ ലെവലിൽ ഒരു ബാങ്കിങ് സെക്ടറിന് നമ്മുടെ കാര്യത്തിൽ. ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് IIIT കോട്ടയം. കേരളത്തിൻ്റെ അഭിമാനമായ IIIT കോട്ടയത്തിൻ്റെ ഈ ക്യാമ്പസ് നിൽക്കുമ്പോൾ ബ്രില്യൻറ്റിന് മറ്റൊരു അഭിമാനം. വർഷങ്ങളായിട്ട് ബ്രില്യൻറ്റിനൊപ്പം നടക്കുകയും ബ്രില്യൻറ്റിലെ സന്തത സഹചാരിയുമായ ഞങ്ങളുടെ സ്റ്റാഫിനും അദ്ദേഹത്തിൻ്റെ പുത്രനും ഈ ക്യാമ്പസ് മറ്റൊരു അഭിമാന മുഹൂർത്തം. 2003 മുതൽ ഏകദേശം 22 വർഷങ്ങളോളമായിട്ട് ബ്രില്യൻറ്റിനൊപ്പം സന്തോഷ് സാറുണ്ട്. നിങ്ങളൊക്കെ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ, റാങ്ക് ലിസ്റ്റുകൾ, പരസ്യങ്ങൾ, അതുപോലെ സ്ലൈഡുകളിലെയൊക്കെ വളരെ വലിയൊരു ഡേറ്റ വർക്കുകളാണ് ബ്രില്യൻറ്റിൽ നടക്കുന്നത്. വലിയൊരു സെക്ഷനാണത്. 50-ലധികം ബ്രില്യൻറ്റിൻ്റെ സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സന്തോഷ് സാറാണ് എനിക്കൊപ്പം ഉള്ളത്. എനിക്കൊപ്പം തന്നെ ജോലി ചെയ്യുന്ന സന്തോഷ് സാറ്. സാർ, അതോടൊപ്പം തന്നെ സന്തോഷ് സാറിൻ്റെ മോൻ നിരഞ്ജനസ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ +1 +2 കാലഘട്ടത്തിൽ KE മാന്നാനം സ്കൂളിൽ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിക്കുകയും JEE Main 2024 വളരെ ഉയർന്ന ഒരു പെർസെൻറ്റേജ് സ്കോറോടുകൂടി IIIT കോട്ടയത്ത് ഇലക്ട്രോണിക്സിന് ചേർന്ന വിദ്യാർത്ഥി. ഒരച്ഛന് ഏറ്റവും അധികം അഭിമാന മുഹൂർത്തം. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് ചോദിച്ചറിയേണ്ടത്. IIIT ഒരു പക്ഷേ നമ്മൾ കണ്ടതിനേക്കാളൊക്കെ എത്രയോ വലിയൊരു ക്യാമ്പസും ഒരു അക്കാഡമിക് സെഷനും ഫാക്കൽറ്റീസും ഒക്കെയാണ് ഈ ക്യാമ്പസ്. നമ്മൾ അകലെ നിന്ന് എവിടെയോ കേട്ടിരിക്കുന്ന IIIT-യെക്കാളും നമ്മൾ ഈ ക്യാമ്പസ് എത്രത്തോളം നമുക്ക് ഒരു അനുഭവ വേദ്യമായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ആദ്യം നമ്മുടെ IIIT-യെ പറ്റി അധികം അറിഞ്ഞിട്ടില്ല, തീർച്ചയായും എന്താണെന്ന് അറിയത്തില്ല. അപ്പം നമ്മളോട് വളരെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ IIIT പോയി നോക്കും, അഡ്മിഷൻ നോക്കും. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആദ്യം നോക്കുന്ന IIT നോക്കും, അല്ലെങ്കിൽ NIT ഒക്കെ നോക്കും. നമ്മൾ NIT ഒക്കെ നോക്കി. പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങനെ പലരും നമ്മളൊന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും ശരി, അവിടെ പ്ലേസ്മെന്റ് ആയാലും ശരി. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യം എന്താണ്? ഏറ്റവും സേഫ് ആയിട്ടുള്ള ക്യാമ്പസ്. അപ്പൊ ഇതെല്ലാം അറ്റ്മോസ്ഫിയർ എല്ലാം കൂടെ അത് നമ്മളുടെ വീടിനടുത്ത്. സന്തോഷം കോട്ടയംകാരനാണ്. അതെ, കോട്ടയംകാരൻ. പിന്നെ തന്നെയല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ തന്നെ ബ്രില്യൻറ്റിൽ 10-23 വർഷം വർക്ക് ചെയ്തു. അവിടെ വെച്ച് എൻ്റെ മകന് നല്ലൊരു പെർസെൻറ്റേജ് കിട്ടി, നല്ലൊരു കോളേജ് അഡ്മിഷൻ കിട്ടി. എനിക്ക് തീർച്ചയായിട്ടും ബ്രില്യൻറ്റിനോട് ഭയങ്കര താങ്ക്സ് ആണ്. കാരണം നമുക്ക് അത്രയേറെ ഒരു നമുക്കറിയാം. തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെ വളരെ സന്തോഷമുണ്ട്. വീടിനടുത്ത് തന്നെ ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ലെവലുള്ള ഒരു ക്യാമ്പസിൽ പഠിക്കാൻ സാധിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞത്, ഏതൊരു രക്ഷകർത്താവിനെ സംബന്ധിച്ചോളം ഏറ്റവും സേഫായിട്ട് അവൻ IIT പഠിക്കുക, NIT പഠിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ പഠിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് അവൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് പഠനം ഏറ്റവും സേഫ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ കൂട്ടത്തിലായിരിക്കണം. അപ്പോൾ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ക്യാമ്പസ്, അതിൽ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ. അപ്പം ആ ഒരു നാഷണൽ ലെവൽ കൾച്ചർ ഒരു ബാച്ചിലോട്ട് വന്ന് കയറിയപ്പം എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ളവർ, എല്ലാ ഭാഷ പറയുന്നവർ, ആദ്യം ഒരമ്പരപ്പ്, പിന്നീട് പയ്യെ അത് നമ്മളും അതിനകത്തൊരാളാകുന്നു. ആ ഒരു അനുഭവം ഈ ക്യാമ്പസ് കയറി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് വരെ പരിചയമില്ലാത്ത കൂട്ടുകാരും ഫാക്കൽറ്റീസും ഒരു പ്രൊഫഷണൽ കോഴ്സ് +1 +2 നിന്നും തികച്ചും വിഭിന്നം. എങ്ങനെയാണ് ഈ ക്യാമ്പസുമായിട്ട് ഇഴുകിച്ചേർന്നത്? ഹായ്, ഞാൻ KS നിരഞ്ജൻ. ഞാൻ KE മാന്നാനം 22-23 ബാച്ചാണ്. അവിടെ നിന്ന് പഠിച്ചിറങ്ങി 23-ൽ എനിക്കിവിടെ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ ഞാൻ IIIT-യിൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. EC ആണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന കോഴ്സ്. ഈ ഒരു കോഴ്സിലോട്ട് കടന്നു വരുമ്പോൾ ഇപ്പോൾ IIIT-യെ കുറിച്ച് ഒരു നോക്കുമ്പോൾ എങ്ങനെയാണ് IIIT-യെ കുറിച്ചും ഇവിടുത്തെ കോഴ്സിനെ കുറിച്ചും ഇവിടുത്തെ സിലബസിനെ കുറിച്ചും ഒക്കെ എങ്ങനെയാണ് അറിയാൻ സാധിച്ചത്?
ഇപ്പൊ ജോസഫ് സീറ്റ് അലോക്കേഷൻ നടക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് IIT ആയിരിക്കാം എൻ്റെ റാങ്ക് അനുസരിച്ച് കിട്ടുന്നത് എന്നുള്ളത്. അപ്പൊ എങ്ങനെ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻട്രൻസ് ഫീൽഡിലേക്ക് വരുമ്പം എനിക്ക് IIT കോളേജ് ഇതിനെ പറ്റിയോ യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു. അവിടെ ഇങ്ങനെ 2 വർഷം പഠിച്ചു, എക്സാം ഒക്കെ എടുക്കാൻ നേരത്ത് നമ്മൾ ഈ കോളേജിനെ പറ്റി അന്വേഷിക്കുമല്ലോ. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ആദ്യം പൊതുവെ IIT NIT ഒക്കെയാണ്. പിന്നെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ ബെർലിൻ്റെ അവരുടെ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ വീഡിയോയിൽ കൂടെ എനിക്ക് മനസ്സിലാക്കി IIT എന്ന് പറഞ്ഞൊരു നല്ലൊരു കോളേജുണ്ട്. പിന്നെ എക്സാം എഴുതിയപ്പോൾ എനിക്ക് അവിടെ ഈസിയിൽ സീറ്റ് കിട്ടുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ കുറെ അന്വേഷിച്ച് നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തു. ഇവിടെ വരുമ്പോൾ ആദ്യം ഒരു എന്താ പറയാ ഒരു സംശയമുണ്ട്, നമ്മളെ അധികം അങ്ങനെ ആരും പറയാത്തൊരു കോളേജാണല്ലോ. തീർച്ചയായിട്ടും. അത്രയ്ക്ക് ഇവിടെ മലയാളികൾക്കേ അറിയാത്തുള്ളൂ കേട്ടോ. നമ്മളിപ്പം കേരളത്തിന് വെളിയിൽ പോകണമെങ്കിൽ അവരുടെ മെയിൻ കൺസേൺ തന്നെ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട NIT-കളെക്കാളും കൂടുതൽ ആദ്യം ഓപ്ഷൻ വെക്കുന്നത് IIT ആണ്. CS-നും EC-ക്കും ആദ്യം ഓപ്ഷൻ കൊടുക്കുന്നത് IIT ആണ് ഓപ്ഷൻ കൊടുക്കുന്നത്. ഈ IIT-കൾ കൂടുതലും ഡൊമസ്റ്റിക്കിനേക്കാളും നമുക്ക് ഇന്റർനാഷണൽ നാഷണൽ ലെവലുള്ള തീർച്ചയായിട്ടും കിട്ടും. കൂടുതൽ ഓഫർ ചെയ്യും. കാരണം എപ്പോഴും നമ്മൾ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ 17-18 വയസ്സിൽ പഠിക്കുമ്പം നമ്മുടെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി, നമ്മുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ എന്ത് ചിന്തിക്കുന്നു, അവരെന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു, അവരെന്ത് ലക്ഷ്യം കാണുന്നു, എന്തുകൊണ്ടായിരിക്കാം ബെർലിനിൽ നമ്മൾ ഒരുമിച്ച് നിന്നപ്പോൾ നമുക്ക് ആ ഒരു സ്വപ്നം കാണാനായിട്ടും ആ ഒരു ലക്ഷ്യം കാണാനായിട്ടും നമുക്ക് സാധിച്ചത്? നമ്മുടെ ചുറ്റുമുള്ളവർ ചർച്ച ചെയ്യുന്നത് ആ മേഖലകളെ കുറിച്ചാണ്. അതിനേക്കാളും നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ചിന്തയും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യവും ഒക്കെ ഇന്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലോട്ട് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരു ക്ലാസ്സിന്റെ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? പല സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികൾ, പല ഭാഷ, നാഷണൽ ലെവലുള്ള പല ഫാക്കൽറ്റീസ്. ആദ്യം വന്ന ഫാക്കൽറ്റി ഏത് സ്റ്റേറ്റുകാരായിരിക്കും? ആദ്യം വന്ന ഫാക്കൽറ്റി തീർച്ചയായിട്ടും തമിഴ്നാടായിരുന്നു. ശരി. ആദ്യം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഒരാഴ്ച ഒരു ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരുമായിട്ടും ഇംഗ്ലീഷ് ഭാഷ, പിന്നെ നമ്മൾ കുറച്ച് മലയാളി ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ കുറെ അങ്ങനെ പരിചയപ്പെട്ട് ഹിന്ദി, നമ്മളെല്ലാവരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കണം. ഏറ്റവും വലിയ ലാംഗ്വേജ് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ വളരെ ഫ്ലുവന്റ് ആയിട്ട്. ജെയ്മെയിൻ ഇത്രയും പെർസെന്റേജ് സ്കോർ നേടിയ ആൾക്കാണ് ഒരു ഭാഷ പഠിക്കാനായിട്ട് പാട്. പക്ഷെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഒരു ഫ്ലുവന്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കുട്ടികൾക്ക് ഏറ്റവും വലിയ ഇപ്പൊ പല കമ്പനിക്കാർ ഇന്റർവ്യൂവിന് വരുമ്പോഴത്തേക്കും നമ്മുടെ മലയാളികൾക്ക് എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ലാംഗ്വേജ് ഇല്ല. തീർച്ചയായിട്ടും മലയാളികളുടെ ഏറ്റവും വലിയ ഇന്നും മറ്റൊരാളുടെ മുഖത്ത് നോക്കി നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ലെവല്. ഒരു സ്കൂൾ തലം മുതൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ലെവലിനെ കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതും അത് ഇതുപോലുള്ള ക്യാമ്പസുകൾ നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കരമാണ് അല്ലേ? ഒരു ഇന്റർവ്യൂ ഒക്കെ നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ബെർലിൻ്റെ ഒരു പ്രോഗ്രാം, ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം തന്നെ അറേഞ്ച് ചെയ്യാനായിട്ട് നിരഞ്ജൻ എത്രത്തോളം എഫേർട്ട് എടുത്തു. എല്ലാവരും ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക. അപ്പം ആ ഒരു കഴിവ് കിട്ടിയത് ഇതുപോലൊരു നാഷണൽ ലെവൽ സ്കൂളിലോട്ട് വന്നപ്പോൾ തന്നെയാണ്. സന്തോഷ് സാറോട് എനിക്ക് ചോദിക്കാനുള്ളത്, IIT എന്ന് പറയുമ്പം ആൾക്കാർ ഒന്ന് ശങ്കിക്കുന്നത് ഫീസ് സ്ട്രക്ചറാണ്. നമുക്കറിയാം IIT എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് കോളേജാണ്. നോ പ്രോഫിറ്റ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു ഫേമാണ് IIT എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫീസ് എന്ന് പറയുന്ന ഒരു ഘടകം തന്നെ ആയിരിക്കും. അപ്പോൾ ഫീസ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ഫാമിലി, ഇപ്പം നിങ്ങളെപ്പോലെ ഒരു ആവറേജ് ഫാമിലിക്ക് ഈ ഫീസ് ഒരു ഭാരമാണോ? എന്താണ് IIT-ലെ ഫീസ് സ്ട്രക്ചർ? ഫീസ് സ്ട്രക്ചർ നമുക്ക് ഏകദേശം ഒരു സെം കഴിയുമ്പോൾ ഒരു 180 അടുത്ത് വരുന്നുണ്ട്. ഹോസ്റ്റൽ അടക്കം, ട്യൂഷൻ ഫീയും ഹോസ്റ്റൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കം. ഏതാണ്ട് സെമസ്റ്ററിന് 6 മാസത്തെ ഒരു സെമസ്റ്ററിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ട്യൂഷൻ ഫീ അടക്കം 1,80,000 ഫീസ് വരുന്നുണ്ട്. നമുക്ക് ആദ്യം എനിക്ക് 1.20 ആണ് ട്യൂഷൻ ഫീസ്. ഓക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മിഡിൽ ഫാമിലി വരുമ്പോഴത്തേക്കും അത്രയും ഫീസ് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവും. ഒരു പേരന്റ് നിലയ്ക്ക് ടെൻഷൻ ആവും. പക്ഷെ നമുക്കൊരു ഇവിടെ വന്ന് നമ്മൾ ആദ്യമൊക്കെ വന്നപ്പോൾ നമുക്ക് ബാങ്ക് ഇടിരിപ്പുണ്ട്. അവര് പറയുന്നത് അവര് ഫുൾ, കാരണം നിങ്ങൾ ഇത്രയും വലിയൊരു കോളേജല്ലേ പഠിക്കുന്നത്, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഫീസ് എനിക്ക് ഫുൾ നമ്മള് ഇനിഷ്യേറ്റ് ആയിട്ട് 1 രൂപ പോലും എടുക്കണ്ട. അതെ, 1 രൂപ പോലും എടുക്കണ്ട. നേരെ ബാങ്ക് ലോണിൽ നിന്നാണ് ട്യൂഷൻ ഫീസിലോട്ട് വരുന്നത്. അതെ, പിന്നെ നമ്മളെ സംബന്ധിച്ച് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റ്. തീർച്ചയായിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സിലബസ് അപ്ഡേറ്റഡ്. കാരണം ഇപ്പം നമുക്കറിയാം സിലബസ് ഇവർക്ക്, കാരണം ഇവർക്ക് ഏറ്റവും ഗുണം പറഞ്ഞാൽ ഇവർ പഠിക്കുന്ന കാര്യം അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് ഇവർക്ക് പുതിയ കാര്യങ്ങളിലൂടെ പഠിക്കാൻ പറ്റുന്നു. അപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അയാൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അയാളുടെ ഏത് പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണെന്നുള്ളത്. തീർച്ചയായിട്ടും അത് വലിയൊരു അപ്പൊ നമുക്കൊരു ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു 4 വർഷത്തെ ഫീസ് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ബാങ്ക് ലോൺ, ഏത് ബാങ്കും ജോസ സീറ്റ് അലോക്കേഷൻ വഴി ഒരു IIT-യിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ബാങ്കിൽ നിന്നും മുഴുവൻ തുകയും
ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും അടക്കം നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ ലഭ്യമാകും. ആ എഡ്യൂക്കേഷൻ ലോണിൽ നിന്ന് നമ്മൾ ഫീസ് അടച്ചാൽ മതി. 4 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചടവ് തുടങ്ങിയാൽ മതി, നമ്മുടെ മുതല് തിരിച്ചടച്ചു തുടങ്ങിയാൽ മതി. 4 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പാക്കേജ് ഇതിനേക്കാളും എത്രയോ വലുതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു ഫാമിലിക്കും IIIT എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ഫീസ് സ്ട്രക്ചറിലോ ഫുഡ് ആൻഡ് അക്കോമഡേഷനിലോ യാതൊരു തരത്തിലും ബേർഡൻ ആവില്ല. അതൊരു പ്രധാന കാര്യം തന്നെയാണ്. ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ വേറെ അഡ്മിഷൻ സമയത്ത് തന്നെ ബാങ്കുകാർ ഇവിടെ ഇരിക്കുക, അതായത് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇരിക്കണമെങ്കിൽ അവരപ്പം തന്നെ ലോണിന്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എനിക്ക് വേണ്ട ഒരു 4 ദിവസം കൊണ്ട് ലോൺ. അതാ ഞാൻ പറയാം, നമ്മുടെ കയ്യിൽ നിന്ന് അടക്കണം. ബാക്കി എല്ലായിടത്തും നമ്മുടെ കയ്യിൽ നിന്ന് അടച്ചിട്ട് പിന്നീട് റീഫണ്ട് കിട്ടുകയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ബാങ്കുകാർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ക്യാമ്പസിൽ ഇരുന്നിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആക്കി തരികയാണ്. അപ്പം അവർക്ക് ഷുവറാണ്. നാഷണൽ ലെവലിലുള്ള ഒരു ബാങ്കിങ് സെക്ടറിന് നമ്മുടെ കാര്യത്തിൽ ഇപ്പൊ SBI പോലെയൊക്കെയുള്ള നാഷണൽ ബാങ്കിങ്ങില് SBIയുടെ എഡ്യൂക്കേഷൻ ലോണാണ്. അപ്പൊ അവർക്ക് കോൺഫിഡന്റ് ആണ് ഇദ്ദേഹം ഇനി വരുന്ന ഒരു തലമുറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കന്യാണ്. അതുകൊണ്ട് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇല്ലാതെ നമുക്ക് ഈ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. നമ്മൾ ചിലരെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്ന വലിയൊരു ഘടകമാണ് ഇപ്പൊ സന്തോഷ് സാർ നമ്മളോട് പങ്കുവെച്ചത്. മറ്റൊരു കാര്യം, വീടിന് തൊട്ടടുത്ത് കിട്ടുന്ന ഒരു സ്വർഗം. യഥാർത്ഥത്തിൽ ഞാൻ അവിടെ നിന്നൊക്കെ കാണുമ്പോൾ ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ, എൻ്റെ കോട്ടയത്ത് നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ, നമ്മുടെ പാലായിൽ നിന്നൊരു 10-12 കിലോമീറ്റർ ഇപ്പുറത്ത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് 4 വർഷം അല്ലേ, ഈ സ്ഥലത്തിനെ കുറിച്ച് ഹോസ്റ്റലിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? നമ്മുടെ കോളേജ് സ്ഥിതി ചെയ്യുന്ന പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ പാലാ നഗരത്തിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റർ മാറി നിൽക്കുന്ന ഒരു ചെറിയ ഗ്രാമമായ വലവൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ആയിട്ടൊരു ഭംഗിയുണ്ട്. കൂടാതെ ഒരു മല, പിന്നെ ഒരു പ്രകൃതി രമണീയമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ നിന്ന് എത്രത്തോളം പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നമ്മളുടെ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ പച്ചപ്പ് ഇതൊക്കെ നമുക്ക് അഭിമാനിക്കാം. കാരണം ഞാൻ ആദ്യമായിട്ട് വരുമ്പം നമ്മുടെ ഇവിടെ ബസ്സിൽ നിന്ന് ഹോസ്റ്റല് കാണാൻ കൊണ്ടുവരുന്നു ട്രാവലർ. എന്റെ കൂടെ കുറെ ഡൽഹിക്കാര് ഇങ്ങനെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, അവർക്ക് ഈ പച്ചപ്പൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. ഒരിത്തരം പച്ചപ്പൊന്നും അവര് ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മളിതൊക്കെ സ്ഥിരം കാണുന്നു. അവിടെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് ഹോസ്റ്റലൊക്കെ ക്യാമ്പസിനകത്ത് തന്നെയാണ്. ഫസ്റ്റ് ഇയർ നമ്മുടെ സേഫ് ആയിട്ട് നിൽക്കേണ്ടത് കൊണ്ട് ക്യാമ്പസിന് വെളിയിലാണ്. പിന്നെ സെക്കൻഡ് ഇയർ കൊണ്ട് നമ്മൾ അകത്തോട്ട്. ഓക്കെ. നമ്മുടെ ഫുഡ് കൾച്ചർ, നമ്മുടെ മൊത്തം ഒരു ഡെയിലി റുട്ടീനൊക്കെ ഏറ്റവും എങ്ങനെയാണ് നമുക്ക് പോകുന്നത്? എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്? എങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ് സിസ്റ്റം ഒക്കെ? എങ്ങനെയാണ്? മൺഡേ ടു ഫ്രൈഡേ ആണോ ടൈമിംഗ് ഒക്കെ? മൺഡേ ടു ഫ്രൈഡേ തന്നെയാണ് ക്ലാസ്. പിന്നെ ഫസ്റ്റ് ഇയർ ക്ലാസ് നമുക്ക് 8 മണി തൊട്ട് തുടങ്ങും. 8 തൊട്ട് 4 വരെയാണ് സമയം. ഇപ്പോൾ ഫസ്റ്റ് ഇയർ വെളിയിലായതുകൊണ്ട് കോളേജുകാർ തന്നെ ട്രാവലർ ബസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഒരു 7 മണി തൊട്ട് തന്നെ പിള്ളേരെ കയറ്റി തുടങ്ങും. ഇവിടെ വരും. ഫുഡ് നിങ്ങൾക്ക് അവിടുന്ന് കഴിച്ചിട്ട് വരികയാണ്? ഫുഡ് അവിടുന്ന് കഴിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ അകത്ത് വന്നിട്ട് കഴിക്കാം. പലയിടത്തും ഞങ്ങള് മറ്റേ സ്റ്റേഷനറികൾ ധാരാളം കണ്ടു. വെളിയില് ഹോസ്റ്റലിൽ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. രാവിലെ അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കഴിക്കാം. ക്ലാസ് കഴിയുന്ന സമയങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഫാക്കൽറ്റീസിനകത്ത് ഡൗട്ടുകൾ ചോദിക്കാനായിട്ടുണ്ട്, സെമിനാറുകൾ കണ്ടക്ട് ചെയ്യാനായിട്ടുണ്ട്, ലൈബ്രറികൾ ഉപയോഗിക്കാനായിട്ടുണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ധാരാളം ഗ്രൗണ്ടുകൾ, ഷട്ടിൽ കോർട്ടുകൾ. എങ്ങനെയാണോ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉപയോഗിക്കുന്നത്? ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഇവിടെ മെയിൻലി ടൈം ടേബിളിൽ പല ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ക്ലബ് ആക്ടിവിറ്റീസ് മെയിൻലി ടൈം അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് ക്ലബ് ആക്ടിവിറ്റീസ് ആയിട്ട് ഏർപ്പെടുക. അതായത് ഇവിടെ ഒരു 5 തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്രൗണ്ടിൽ കളികൾ തുടങ്ങും. ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെ കളിക്കാം. ഷട്ടിൽ കോർട്ടുകളുണ്ട്. നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉള്ള ഒരു ഫുട്ബോളൊക്കെ കളിക്കാൻ എല്ലാ ആക്ടിവിറ്റീസിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ സാറ്റർഡേ സൺഡേ നിങ്ങൾ ഹോസ്റ്റലിലായിരിക്കുമോ, അതോ നിങ്ങൾക്ക് ധാരാളം വർക്ക് ലോഡ്, നമുക്ക് പിറ്റേ ദിവസമുള്ള അസൈൻമെന്റുകൾ അങ്ങനെയുള്ള വർക്ക് ലോഡ് എത്രത്തോളം ഉണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം? കാരണം അസൈൻമെന്റുകൾ അങ്ങനെയുള്ള നമുക്ക് ബാക്കി ഹോസ്റ്റലുകളിൽ ഇരിക്കുമ്പോഴും ഒത്തിരിയായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യുമോ, അതോ നമ്മുടെ കഴിവിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയം ഇവിടെ കിട്ടുന്നുണ്ടോ? അങ്ങനെ നമുക്ക് സമയം കിട്ടുന്നുണ്ട്. പിന്നെ ചില അവസാന സെമ്മ് തീരുന്ന സമയത്ത് നമുക്ക് നല്ലതായിട്ട് അത്യാവശ്യം ടൈറ്റ് ആയിരിക്കും. ബാക്കിയുള്ള സമയത്തോളം ധാരാളം നമുക്കത് മാനേജ് ചെയ്യാം. കാരണം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അവന്റെ ഇപ്പൊ ഏത് കോഴ്സിന് ചേർന്നു എന്നുള്ളതിനൊക്കെ ഉപരി അവനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് ഒരു മെയിൻ കൺസേൺ ആയിട്ട് ചോദിക്കും. ഇപ്പം നിരഞ്ജനെ സംബന്ധിച്ചോളം ഈസിയാണ്, ഇലക്ട്രോണിക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് മേഖലയിലാണ്ട് 50ഓളം കോഴ്സുകൾ നമ്മൾ പറയുമ്പം ഏറ്റവും ടഫായിട്ടുള്ളതും എന്നാൽ ഏറ്റവും പ്രയോജനമുള്ള ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ പ്രോഗ്രാമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ.
എങ്ങനെയുണ്ട് ആ പ്രോഗ്രാം? ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, ഇപ്പം ഇത്രയും നാളായപ്പം എങ്ങനെയാണ് IIIT നമുക്കത് ഏറ്റവും അനുഭവവേദ്യമാക്കി തന്നത്? ഞാൻ ഈസി തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ അതൊരു നമ്മുടെ ഗവൺമെന്റ് തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് എത്രത്തോളം മനസ്സിലാക്കും. സെമി കണ്ടക്ടർ ഡിവൈസിലോട്ട് ഇന്ത്യ തന്നെ കിടക്കുകയാണ്. ആദ്യം വന്നപ്പം അതായിട്ട് മാച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സിലബസ് ടഫ് തന്നെയാണ്. പിന്നെ അങ്ങോട്ട് നമുക്കിപ്പോ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഫാക്കൽറ്റിയെ സംബന്ധിച്ചോളം നമ്മളെ ഈ പഠിപ്പിക്കുക അക്കാഡമിസേഷൻ എന്നുള്ളതിന് ഒപ്പം നാഷണൽ ലെവൽ കമ്പനികൾ, എല്ലാ നാഷണൽ ലെവൽ മൾട്ടിനാഷണൽ കമ്പനികളാണ് നമ്മൾ വരുന്നത്. അവരെ ഫേസ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് ഇയർ വരുമ്പോൾ തന്നെ ഒരു ലാംഗ്വേജ്, ഇപ്പൊ ഫ്രഞ്ച് ആയിരുന്നു ഞാൻ പഠിച്ചത്, അത് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹിന്ദി ഇംഗ്ലീഷും അല്ലാതെ ഫോറിൻ ലാംഗ്വേജ് ഒരു കോഴ്സായിട്ട് തന്നെ, ഒരു 1 ക്രെഡിറ്റ് കോഴ്സായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ സെമസ്റ്റർ എക്സാമും ഉണ്ട്. അപ്പൊ നമുക്കിപ്പം ഫ്രഞ്ച് ഒക്കെ ഇപ്പം നമുക്ക് കാണിക്കാൻ പറ്റും നമ്മൾ ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ടെന്ന് രാജ്യത്ത് പോവാണെങ്കിൽ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു പ്രൊഫൈൽ, ഒരു വ്യക്തിയുടെ ഒരു ഐമനം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു ഫാമിലിക്ക് സ്വപ്നം കാണുന്നതിനൊക്കെ അപ്പുറം എത്രയോ വലിയൊരു ക്യാമ്പസും കാഴ്ചകളും ഒക്കെയാണ് അക്കാഡമിക് തലത്തിലും ഒക്കെ നമുക്കത് ശരിക്കും നമുക്കിപ്പം ഈ വർഷം 2025 എഴുതുന്ന പേരൻസും വിദ്യാർത്ഥികളും ഒക്കെ ആ ക്യാമ്പസിനെ കുറിച്ച് ശരിക്കും പഠിക്കുകയും ഒക്കെ, അല്ലാതെ വെറുതെ ഒരു ഫീസ് സ്ട്രക്ചർ കണ്ടു അല്ലെങ്കിൽ IIIT നമ്മുടെ എന്നോട് മാറി നിൽക്കാതെ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് 25 കിലോമീറ്ററിന് അപ്പുറത്ത് നമുക്ക് വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന സമയത്ത് ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു ക്യാമ്പസ്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ? തീർച്ചയായിട്ടും ഈ ക്യാമ്പസിൻ്റെ ഞങ്ങൾ വന്നപ്പോൾ തന്നെയുള്ള ആംബിയൻസ് അത് പറയാതിരിക്കാനാവില്ല. എത്രത്തോളം നിങ്ങൾ അച്ചടക്കത്തോടു കൂടിയാണ് ഇവിടെ കഴിയുന്നത് അല്ലേ? തീർച്ചയായും അത് ഇവിടുത്തെ അങ്ങനെയുള്ള സെക്ഷൻ, രജിസ്ട്രാർ, ഡയറക്ടർ, അങ്ങനെ ഒരു അക്കാഡമിക് സെഷൻ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നില്ലേ? എന്താണ് അതിൻ്റെ ഒരു സ്ട്രക്ചറായിട്ട് പറയുകയാണെങ്കിൽ? HOD-കൾ, പ്രൊഫസേഴ്സ്, ഫാക്കൽറ്റീസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ? നമുക്ക് ഡയറക്ടർ ഉണ്ട്, രജിസ്ട്രാർ ഉണ്ട്, പിന്നെ ഓരോ കോഴ്സിനും അവരുടേതായിട്ട് HOD ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റാ സയൻസ്, അങ്ങനെ HODs. ഇവരെല്ലാം നമുക്ക് സമീപിക്കാവുന്ന ആൾക്കാരാണോ? നമുക്കൊരു തീർച്ചയായിട്ടും സമീപിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ ഒരു പ്രൊജക്ട് ചെയ്യണം താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാക്കൽറ്റീസ് ആയിട്ട് നിങ്ങൾ സംസാരിക്കാം. അവർ 2 കൈ കൊണ്ട് അവർ സ്വീകരിക്കും. അവർ നമ്മൾ ഇങ്ങോട്ട് പറയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിച്ചെല്ലണം. സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാനിപ്പോ എനിക്ക് അങ്ങനെ സാധിച്ചു. ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ നമുക്കിവിടെ ഗുണമെന്ന് വെച്ചാൽ കുറെ ഹൈലി ഇതായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ലെവൽ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ടൂൾസ്. നമ്മുടെ ഇപ്പം ഈസിവറാണെങ്കിൽ VLSI ഡിസൈന്, ഡിജിറ്റൽ ഡിസൈൻ, ഇതിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ധാരാളം ടൂൾസുകളുണ്ട് ഇൻഡസ്ട്രിയിൽ. അത് പക്ഷെ ഒരാൾ വിചാരിച്ചാൽ അത് പൈസ കൊടുത്ത് നമ്മൾ സബ്സ്ക്രൈബ് സാധനമാണ്. ഒരാൾ വിചാരിച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മുടെ കോളേജിന്റെ ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് കോളേജിന് ലൈസൻസ് ഉണ്ട്. അപ്പം പിള്ളേർക്ക് ഇങ്ങനെ പ്രൊഫസർമാരായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് നമുക്ക് ആ ടൂൾസ് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ, അതൊരു ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് അങ്ങനെ സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെ പല പല സൗകര്യങ്ങൾ ഈ ക്യാമ്പസിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ വാചകത്തിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. ബെർലിൻ്റെ മറ്റൊരു അഭിമാന മുഹൂർത്തം. ഒരു പക്ഷേ IIIT പോലെ അല്ലെ NIT പോലെ ഒരു IIT പോലെയൊക്കെ ഉള്ളൊരു സ്ഥാപനത്തിൽ മലയാളികൾ കടന്നു ചെല്ലുന്നതിൽ 95% ബ്രില്യൻറ്റൻസ് ആണ്. നമുക്കറിയാം 2024 നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇവിടെ അതിലും അപ്പുറം വർഷങ്ങളായിട്ട് ബ്രില്യൻറ്റിനൊപ്പം ജോലി ചെയ്യുന്ന സന്തോഷ് സാറ് തൻ്റെ പുത്രന് വേണ്ടി തിരഞ്ഞെടുത്തത് നമ്മുടെ സ്വന്തം ജില്ലയിലെ സ്വന്തമായിട്ടുള്ള ഏറ്റവും വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമായിട്ട് മകനെ നിരഞ്ജൻ KS-നെ IIIT കോട്ടയത്തിൽ പഠിപ്പിക്കാനായിട്ട് സാധിച്ചു. തൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ IIIT തീർച്ചയായിട്ടും ഏറ്റവും നല്ലതാണെന്ന് നിരഞ്ജൻ നമ്മളോട് പറയുകയും ചെയ്തു. ഇതിനപ്പുറം ഒരു വിദ്യാർത്ഥിക്ക്, ഒരു രക്ഷിതാവിന് എന്തൊക്കെയാണ് വേണ്ടത് എല്ലാം നമുക്ക് ഈ IIIT കോട്ടയം നമുക്ക് നൽകുന്നു. നിങ്ങളും തിരിച്ചറിയുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ കോളേജുകളിൽ, ഏറ്റവും മികച്ച പ്രൊഫഷണൽ കോളേജുകളിൽ ഒന്ന് തന്നെയാണ് IIIT കോട്ടയം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.